ഗുഡ് മോർണിംഗ്. ഐ എം ഡോക്ടർ ഗിരിജ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വാളംപുളി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? വാളംപുളി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പുളിമരത്തിൽ കാച്ചു കിടക്കുന്ന നീളത്തിലുള്ള പുളിയാണ് വാളംപുളി. ചെറുപ്പകാലത്ത് ചെറുതായിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ പുളി പെറുക്കി കഴിക്കുമായിരുന്നു, പച്ചപ്പുളി പെറുക്കി കഴിക്കുമായിരുന്നു. അപ്പോഴൊക്കെ അമ്മൂമ്മമാർ പറയാറുണ്ട്, ഇത് കഴിക്കരുത്, ഇത് അസ്ഥി ഉരുക്കും എന്നൊക്കെ. പണ്ട് ഇതല്ലേ വിചാരിച്ചിരുന്നത്. അതായത് ഫീമെയിൽസിൻ്റെ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് വെള്ളപ്പോക്ക്, അതിനെ അവർ വിചാരിച്ചിരുന്നത് അസ്ഥി ഉരുകി പോകുന്നു എന്നായിരുന്നു. അപ്പോൾ അതിനൊക്കെ കാരണമാകും ഈ വാളംപുളി കഴിക്കുകയാണെങ്കിൽ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അത് കറക്റ്റാണോ? ഇപ്പോൾ പുരുഷന്മാരിലായാലും സ്ത്രീകളിലായാലും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വാളംപുളി. അതായത് അവരുടെ ഹോർമോൺ വ്യത്യാസം മാറ്റാനും ഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കാനും അതിന് സഹായിക്കും. അതുപോലെ തന്നെ വാളംപുളിയിൽ ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ആസിഡുണ്ട്. അതൊരു വീക്ക് ആസിഡാണ്. ആ ടാർട്ടാറിക് ആസിഡ് നമ്മുടെ വെള്ളത്തിലൂടെയും മറ്റും നമ്മുടെ ഉള്ളിൽ പോകുന്ന ഫ്ലൂറൈഡ്, അത് കൂടുതലായാൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന രോഗമുണ്ടാകും. ആ രോഗം നമ്മുടെ പല്ലുകളെയും എല്ലുകളെയും ജോയിൻറ്റുകളെയും ഒക്കെ ബാധിക്കും. ആ ഫ്ലൂറോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ടാർട്ടാറിക് ആസിഡിന് കഴിവുണ്ട്. ഒപ്പം തന്നെ ഈ പുളിയിൽ ഒത്തിരി ലാർജ് എമൗണ്ടിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ള പല ഇലമെൻസും അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ദിവസവും കഴിക്കുന്നത് നല്ലതല്ലേ? അത് പലതിൽ കൂടെ ആവാം. നമ്മുടെ മീൻ കറിക്ക് ഉപയോഗിക്കാം. ഒപ്പം തന്നെ നമ്മുടെ അവിയൽ, സാമ്പാർ, തീയൽ എന്നുള്ള പല കറികളിലും നമുക്കിത് ഉപയോഗിക്കാം. ദിവസവും ചെറിയ എമൗണ്ടിൽ, അതായത് ഏകദേശം 10 ഗ്രാം വരെ, മാക്സിമം 10 ഗ്രാം വരെ ഇത് ഉപയോഗിച്ചതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. നമ്മുടെ എല്ലുകളുടെ ശക്തിക്കും അതുമാത്രമല്ല ശരീരത്തിൻ്റെ ആകമാനം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഇത് നല്ലതാണ്. ഇപ്പം മനസ്സിലായോ? വാളംപുളി വേണോ? അതിന് പകരം നമ്മൾ മീൻ കറിയിൽ ടൊമാറ്റോ മാങ്ങയോ ഇട്ടാൽ മതിയെന്ന്? ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലിവറിൻ്റെ ആരോഗ്യത്തിനും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും, അതായത് ഹാനികരമായ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അത് മാറ്റിയിട്ട് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ HDLൻ്റെ എമൗണ്ട് കൂട്ടി അതുവഴി നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള ധമനികളിലെ ഫാറ്റ് ഡെപ്പോസിറ്റ്, അതായത് അതെറോസ്ക്ലീറോസിസ് കുറയ്ക്കാനായിട്ട് ഈ പുളി സഹായിക്കും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ വാളംപുളി. ഇനി നിങ്ങളുടെ മക്കൾ വാളംപുളി പെറുക്കി കഴിക്കുകയാണെങ്കിൽ അവരെ തടയരുത് കേട്ടോ. കുറച്ചൊക്കെ അവരും കഴിക്കട്ടെ. ആ പുളിരസം ഒരു രസമല്ലേ? നമുക്ക് ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നതല്ലേ ഇപ്പോഴിപ്പോൾ? പണ്ട് നമ്മൾ പുളി പെറുക്കി കഴിച്ചിട്ടില്ലേ?